അമ്പിളിച്ചി രഘുവിനൊപ്പം കമ്പനി പോകാൻ ഇറങ്ങിയതാണോ? ഏയ്, ഞാൻ അച്ഛനെയും നിന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കയറിയിരിക്കൂ. ഞാൻ ലച്ചുമോളെയും വിച്ചുമോനെയും നഴ്സറി വിട്ടിട്ട് വരാം. അമ്മ, ഞാൻ കയറുന്നില്ല. അമ്പിളിയോട് നിൽക്കട്ടെ. ഞാൻ മക്കളെ നഴ്സറി വിട്ടിട്ട് അതോടെ കമ്പനിയിലേക്ക് പോകും. പിന്നെ രഘുവേട്ടനെ വരെ നഴ്സറി വിടുമെങ്കിൽ പിന്നെ അച്ഛൻ പോണ്ടല്ലോ. അതിപ്പോ എനിക്ക് പുറത്തു വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്നാ പിന്നെ അമ്മാവനോട് വണ്ടിയിൽ വാ, അത്രയും ദൂരം നടക്കണ്ടല്ലോ. എന്നാ രഘു പോവാം. മോളെ വാ 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 വാ, നമുക്ക് നഴ്സറി പോവാലോ. വാ 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 വാ, കേറിക്കോ. വാ 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 വാ. അമ്പിളി, ഞാൻ വൈകിട്ട് ഇതൊഴി വരാം. ശരി വേട്ടാ. അനു, പോയിട്ട് വരാം. ശരി എന്നാ. പോവാ. ശരി. അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നല്ലോ അനു. ഇപ്പോഴും എനിക്ക് മുഖം തരാതിരിക്കല്ലേ അച്ഛൻ? ചേച്ചി, അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നല. വാ വാ വാ. എന്നാലും അനു, ചേച്ചി, പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ എന്താ ഏതാ പറയണ്ടെന്നൊരവസ്ഥ ആർക്കായാലും ഉണ്ടാവില്ലേ? എന്തോ എനിക്ക് തോന്നിയത് അച്ഛൻ എന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നതായിട്ടാ. ചേച്ചി, അച്ഛൻ പോയിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നേ? ചേച്ചി ഇവിടെ കാണുമല്ലോ. ആ സമയത്ത് അച്ഛൻ ചേച്ചിയോട് എങ്ങനെയാ പെരുമാറുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ. ശരി. അല്ല, ഭദ്രമോളും ആർച്ചുമോളും എവിടെ? ഞാൻ അവരെ കാണാൻ കൂടിയാ വന്നത്. അവര് ബാലുമ്മയുടെ അടുത്തുണ്ട്. വാ, കേറ്. വാ. ആഹാ, അമ്പിളിയായിരുന്നോ? ഞാനേ ഇവരെ ഉടുപ്പൊക്കെ ഇടിച്ച് നല്ല സുന്ദരി കുട്ടികളാക്കുമായിരുന്നു. ആഹാ, മക്കള് രണ്ടും സുന്ദരി കുട്ടികളായല്ലോ. ദാ മക്കളെ, വല്യമ്മ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ചോക്ലേറ്റ് രണ്ടുപേരും പോയി കഴിച്ചോ കേട്ടോ. മേടിച്ചു കഴിച്ചോ. രണ്ടുപേരും അകത്തോട്ട് പോകോ. ഭാനുമേ, ഞാൻ ഇവരെ നോക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വരികയായിരുന്നു. അപ്പോഴാ അച്ഛൻ ഇവരിങ്ങോട്ട് കൊണ്ടുവന്ന്. എനിക്കത് എന്തുമാത്രം സങ്കടമായിരുന്നോ. ചീരുവിന്റെ മക്കള് എന്റെ സ്വന്തം മക്കളെ പോലെയല്ലേ ഭാനുമേ? ചേച്ചി വാ വാ. ചീരുവിന്റെ മക്കളുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തോളാം എന്ന് പറയാൻ വേണ്ടിയാണോ രഘു നീ അമ്പിളിയും കൂട്ടി വന്നത്? അയ്യോ, അമ്പിളിയെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല അമ്മവ. അവൾക്ക് അവിടെ തനിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നോട് ഇറങ്ങി വന്നതാ. അതെന്താ, അവിടെ ജോലിയൊന്നുമില്ലേ? നിങ്ങളവിടെ നിൽക്കുമ്പോ ദാസിന്റെ കാര്യം കൂടി അമ്പിളി വേണ്ടേ രഘു ശ്രദ്ധിക്കാൻ? അതൊക്കെ അവൾ നോക്കുന്നുണ്ടമ്മവ. ഇന്നാണെങ്കിൽ ദാസങ്ങൾ അതിരാവിലെ ഇറങ്ങി. പിന്നെ ശാന്തമ്മയൊന്നും വരില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെയാവും അവള് അമ്മാവനൊന്ന് കാണണമെന്ന് പറഞ്ഞിറങ്ങിയത്. ഭദ്രമോളെയും ആർച്ചമോളെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ വിഷമം അവൾക്ക് മാറിയില്ല അല്ലേ? അതൊക്കെ അമ്മാവനൊന്ന് സംസാരിച്ച തീരാന്ന പ്രശ്നമേ ഉള്ളൂ. അച്ഛൻ തന്നെ അകലുന്നുണ്ടോന്നൊരു ടെൻഷൻ അമ്പിളിക്കുണ്ട്. അത് അമ്മാവനും കൂടി മനസ്സ് വെച്ചാലും മാറ്റിയെടുക്കാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം വിനയൻ ദാസങ്ങളെ കാണാൻ വന്നപ്പോഴേ അമ്പിളി അവനും കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് വീണ്ടും ഉടക്കാൻ തോന്നുന്നു.
അവൾ എന്തിനാ രഘു വീണ്ടും അതൊരു വിഷയമാക്കി മാറ്റുന്നത്? വിനയൻ അവന്റെ മൂത്ത മക്കളെ അവഗണിക്കൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ?